മുമ്പൊരു ദിവസം ഞാൻ ഷോർട്സിൽ ഉണ്ണിക്കിഴിയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉണ്ണിക്കിഴി. ഇതിന് ശരിക്കും ഉണ്ണിക്കിഴി എന്ന് തന്നെയാണോ പറയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് മാവ് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കിഴി പോലെ അമ്മ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അമ്മയ്ക്കും ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് അറിഞ്ഞുകൂടാ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിന് ഉണ്ണിക്കിഴി എന്ന് വിളിക്കാനാണ് തോന്നിയത്. അങ്ങനെ ഇതിന് ആ പേരിട്ടു എന്നേ ഉള്ളൂ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ. മുമ്പ് ഇതിൻ്റെ ഷോർട്സ് ഇട്ട സമയത്ത് ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചായിരുന്നു. പേഴ്സണലി അറിയുന്നവരൊക്കെ വാട്സാപ്പ് വഴിയൊക്കെ മെസ്സേജ് ഇട്ടായിരുന്നു. റെസിപ്പി കൂടി ആഡ് ചെയ്യായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനേന്ന് ഒരുപാട് പേര് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. ഉണ്ണിക്കിഴി ഉണ്ടാക്കാനായിട്ട് മാവ് മിക്സ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഒരു വാഴയില ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കണം. ഒന്ന് വാട്ടിയെടുത്ത ശേഷമാണ് ഇങ്ങനെ പോക്കറ്റ് പോലെ മടക്കിയെടുക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. വാഴയില മടക്കുന്ന സമയത്ത് പൊട്ടി പോവാതിരിക്കാനാണ് വാട്ടിയെടുക്കുന്നത്. കുറച്ച് വലിയ വാഴയില എടുക്കുകയാണെങ്കിൽ ഇതുപോലെ മടക്കാനും പോക്കറ്റ് പോലെ ആക്കാനൊക്കെ നല്ല എളുപ്പമുണ്ടാവും. അതിനകത്ത് ഒരുപാട് മാവ് ഫില്ല് ചെയ്യാനും പറ്റും. ചെറിയ വാഴയിലയാണെങ്കിൽ കഷ്ടിച്ച് ഒരു കോരി മാവ് മാത്രമേ ഒഴിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് തിക്കി നിറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ബാറ്റർ പുറത്തേക്ക് ലീക്കായി വരും. അതുകൊണ്ട് അതിൽ കൊള്ളാവുന്ന അത്ര മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി വാഴനാര് വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ടൈറ്റായിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ. വെറുതെ ഒന്ന് ചുറ്റി വെച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അഴിഞ്ഞു കഴിഞ്ഞാൽ മാവ് കംപ്ലീറ്റ് ലീക്കായി പോവും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വാഴയില നടുവശം മടക്കിയ ശേഷമാണ് രണ്ട് സൈഡിൽ നിന്നും റോൾ ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ചുരുട്ടി അകത്തേക്ക് വെച്ചാൽ മതിയാവും. എന്നിട്ട് വേണം അത് പോക്കറ്റ് പോലെ ആകുമ്പോൾ അതിനകത്ത് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഉണ്ണിക്കിഴിയുടെ വലിപ്പം അനുസരിച്ചിട്ട് 3-4 എണ്ണമൊക്കെ ഒരേ സമയം ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാൻ പറ്റും. 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ ഇത് റെഡിയാക്കി എടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ണിക്കിഴി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു പേരിട്ടതിൻ്റെ സീക്രട്ട് ഇപ്പം മനസ്സിലായില്ലേ? ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സെയിം മെഷർമെൻറ്റിലൊക്കെ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടും എടുക്കേണ്ടത്. മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് അതുപോലെ തന്നെയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള മാവിൽ മെയിനായിട്ട് ചേർത്തിട്ടുള്ളത് പച്ചരിയാണ്. പച്ചരിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര മെൽറ്റ് ചെയ്തതും ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കയും ഒരു പകുതി കഷ്ണം നേന്ത്രപ്പഴവും കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. അരച്ചെടുത്ത മാവിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും കരിഞ്ചീരകവും എള്ളും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.